രണ്ടുപേരെ കോത്തി തീരുവോളം അവിടെ അങ്ങ് നിർത്തി കണ്ടോ? പെൺമക്കളുടെ ഭാവിയല്ല, അവരെ കണ്ടോണ്ടിരിക്കാനാണ് അമ്മമാരുടെ ആഗ്രഹമെങ്കിൽ കെട്ടിക്കൊണ്ടുവന്ന വീട്ടിലെ ഞങ്ങളെപ്പോലുള്ള അമ്മമാര് വലഞ്ഞത് തന്നെ. സത്യമേ, ഇവിടെ ശാലിനി ഇതുവരെ വന്നിട്ടില്ല. എവിടെ പോയിന്ന് അറിയാനും വയ്യ. ഞാൻ അതിന്റെ ഒരു വിഷമത്തിൽ ഇരിക്കുക. അതിനൊപ്പം ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള വാക്കുകൾ പറയരുത്. ഇവിടെ കൊച്ചനീത്തിയും പറയുന്നത് കേട്ടു, കുഞ്ഞേച്ചിയെ കാണാനില്ലെന്ന്, കളക്ടറെ കാണാനില്ലെന്ന്. ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ? കള്ളത്തരവാ അവളുടെ നാടകം. എന്റെ അടുത്തേ അവളുടെ ഒരു നാടകവും ചെലവാവില്ല. പാതിരാത്രി ഇറങ്ങി നടക്കുകയോ പുറപ്പെട്ടു പോവോ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ. ദേ, എനിക്കെന്റെ കൊച്ചുമോളെ ഇവിടെ കിട്ടണം. രോഹിത്തിന്റെ ഒപ്പം അവളെ പറഞ്ഞു വിടണം. ആ ഫോൺ രോഹിത്തിനൊന്ന് കൊടുത്തേ. സത്യമേ, കൂടുതലൊന്നും പറയണ്ട, പറയുന്നത് അങ്ങ് കേട്ടാ മതി. തരാൻ പറഞ്ഞു. ഹലോ, സത്യമേ പറഞ്ഞു. പറയാനൊന്നുമില്ല. എത്രയും പെട്ടെന്ന് നീ പപ്പിയും കൊണ്ട് ഇവിടെ വരണം, ഇല്ലെങ്കിലേ ഞാൻ അങ്ങോട്ട് വരും. വേണ്ട, ഞാൻ കൊണ്ടുവരാം. ശരി. വാ, നമുക്ക് വീട്ടിൽ പോവാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പ്ലീസ് പറയുന്ന കേട്ടില്ലെങ്കിൽ ചുട്ട അടിയാൻ വെച്ചാലും പോയി കാർ കയറടി. മോനെ, എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? പപ്പിമോള് വരും. മോള് ചെല്ല്. സത്യം അവിടെ കിടന്ന് ബഹളം വെക്കുന്നോണ്ടാ അച്ഛൻ ദേഷ്യപ്പെടുന്നത്. മോള് ചെല്ല്. നമുക്കേ വേറൊരു ദിവസം ഇവിടെ ഒന്ന് നിക്കാം. എന്നാ പിന്നെ പോട്ടെ സത്യേ. ശരി പപ്പി, നാളെ സ്കൂളിൽ വെച്ച് കാണാൻ കേട്ടോ. ശരി. മതി മതി, വാ. അമ്മ ഇതുവരെ വന്നില്ലല്ലോ ശാരദാമ്മേ. അത് തന്നെ മോളെ ഞാനും ആലോചിക്കുന്നു. ഇത്രയൊക്കെ വൈകുകയാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വിളിച്ചറിയിക്കുന്നത്. ഇതിപ്പോ വിളിച്ചിട്ടുമില്ല, ഒരു വിവരവും ഇല്ല. എന്താ ഇപ്പൊ ചെയ്യാ? ഒന്നുകൂടെ വിളിച്ചു നോക്കിയാലോ? എടുക്കുന്നില്ല. എന്താ ഇപ്പൊ കടലിൽ മുങ്ങി മരിച്ച സ്ത്രീയുടെ ബോഡി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ? അത് നിങ്ങളുടെ ആരെങ്കിലും ആണോ? അല്ല, അത് പിന്നെ ആ മരണപ്പെട്ട സ്ത്രീ നിങ്ങളുടെ ആരെങ്കിലും ആണോ? ഒരു സംശയം, അതൊന്ന് നോക്കാൻ വന്നതാ. അധികം പ്രായമില്ലാത്ത കുട്ടിയാ, പച്ചസാരി എടുത്തിരിക്കുന്നത്. മുടി ബാക്കിലേക്ക് ഈരിയിട്ട് ഒരു ക്ലിപ്പിട്ട നിലയിലാ. കഴുത്തിൽ ചെറിയൊരു മാലയുണ്ട്. ഇതൊക്കെയാ രൂപം.
ആശാനെ എന്താ ആശാനെ? ചതി പറ്റിയൊന്നൊരു സംശയം. അയാൾ പറയുന്ന അടയാളങ്ങളില്ല. കുഴപ്പ എനിക്ക് ഉറപ്പായി. അവളെന്നെ തഞ്ചിച്ചാക്കിയിട്ട് പോയി. അവൾ പോയി. എന്നെ തകർത്തിട്ട് അവൾ പോയി. അവൾ പോയി. ആശാനെ എന്തായാലും നോക്കട്ടെ, സങ്കടപ്പെടാതിരിക്കേ. നമ്മൾ ഈ കരുതുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ആശാനെ തനിച്ചാക്കി എന്റെ ഏട്ടത്തമ്മയ്ക്ക് വിട്ടുപോകാനാവില്ല. എനിക്ക് ഉറപ്പുണ്ട് ഇതൊന്നുമല്ല. അയാൾ പറഞ്ഞ അടയാളങ്ങളൊക്കെ ശരിയാണെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. ആശാനെ അതെന്റെ അവസ്ഥ.